അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ പല സംവാദങ്ങൾക്ക് വഴിയായതുമായ മദർ മേരി കംസ് ടു മീ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഞങ്ങൾ രണ്ടുപേരും ചരിത്രാധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നോട്ടം, ഈ ഗ്രന്ഥത്തിലേക്കുള്ള ഞങ്ങളുടെ നോട്ടം ചരിത്ര അധ്യാപകരുടെ നോട്ടമായിരിക്കുമെന്ന് ആദ്യമേ ഇവിടെ പറയട്ടെ. കാരണം അരുന്ധതി റോയിയെ ഒരു നോവലിസ്റ്റായിട്ടും ഒരു പൊതു ബുദ്ധിജീവിയായിട്ടും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരെ, പ്രത്യേകിച്ചും ഫാസിസ്റ്റ് ടെൻഡൻസികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്ന ഒരു ചിന്തകയായിട്ടും പ്രവർത്തകയായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ എല്ലാം പരിണാമത്തിൽ ആയ ഒരു അരുന്ധതി റോയിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ഈ മദർ മേരി കംസ് ടു മീ എന്ന ഗ്രന്ഥത്തോടു കൂടി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അരുന്ധതി റോയിയാണ്. ഒരു അരുന്ധതി റോയി ഇല്ലാതാകുകയും മറ്റൊരു അരുന്ധതി റോയി ഉണ്ടാകുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് മദർ മേരി കംസ് ടു മീ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മദർ മേരി കംസ് ടു മീ എന്ന ഗ്രന്ഥത്തിൽ തന്നെ അരുന്ധതി റോയി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഇത് എഴുതിയതിന് മുമ്പുള്ള എൻ്റെ കാലഘട്ടത്തെ ഞാൻ ഇല്ലാതാക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതൊരു പുതിയ അരുന്ധതി റോയിയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഗ്രന്ഥത്തിൻ്റെ കവർ തന്നെ വളരെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, വളരെ പ്രതിഷേധത്തിൻ്റെ സ്വരം ഉയർത്തിയ അരുന്ധതി റോയി, രോഷാകുലയായ ഒരു അരുന്ധതി റോയി, വളരെ റാഡിക്കലായിട്ടുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്ന അരുന്ധതി റോയി, ഒരു ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന അരുന്ധതി റോയി, ഫ്രണ്ട് പേജിലും ഫ്രണ്ട് കവറിലും. അതുപോലെ ഏറ്റവും പിറകിൽ നിങ്ങൾ കാണുന്ന അരുന്ധതി റോയി വളരെ ശാന്തമായി ഇരിക്കുന്ന ഒരു അരുന്ധതി റോയിയുമാണ് നമ്മൾ കാണുന്നത്. അപ്പം രണ്ട് അരുന്ധതി റോയിമാർ തമ്മിലുള്ള ഒരു സംഭാഷണം എന്ന് വേണമെങ്കിൽ ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അരുന്ധതി റോയി പ്രതിരോധത്തിൻ്റെ അലയടികൾ തീർത്ത വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രതിഫലനാത്മകമായ രീതിയിലുള്ള വിമർശപരമായ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടും വലിയൊരു പ്രതിരോധത്തെ ഉണ്ടാക്കിയെടുത്ത അരുന്ധതി റോയി ഒരു വശത്തും, ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന വളരെ ശാന്തതയോടുകൂടി ഒഴുകുന്ന ഒരു നദി പോലെ നോക്കിക്കാണുന്ന മറ്റ് അരുന്ധതി റോയി. ഈ രണ്ട് അരുന്ധതി റോയിമാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷണൽ ഡൈനാമിക്സ് ഈ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ചർച്ചയിലുള്ളത് ജിജി ജോസഫാണ്. സെൻറ്റ് മേരീസ് മണർകാട് കോളേജിലെ ചരിത്ര അധ്യാപകനാണ്. മദർ മേരി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഫെമിനിസ്റ്റ് ഐക്കണാണ്. അവർ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഇപ്പോൾ അവരും മകൾ ഈക്വലി ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ്റെ അകത്തെ ഒരു ക്യൂരിയോസിറ്റി, അതൊരു സംതിങ് ലൈക്ക് എ ഓയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണോ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തൊരു ഒരു നോവലിൻ്റെ ഒരു ആസ്വാദന നിലവാരം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു നോവൽ പോലെ നമുക്കൊരു അവസാനം എന്തിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ മൊത്തം നമുക്ക് കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്, അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് രണ്ടുപേരും ഈക്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആസ്പെക്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശ്രദ്ധയോടുകൂടി, രണ്ടും വളരെ ടൈറ്റാനിക് ആയിട്ടുള്ള ഫിഗേഴ്സ്, ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഇവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വളരെ കൗതുകത്തോടു കൂടി ഞാൻ നോക്കിക്കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പല സമയത്തും പല ഇതാണ് തോന്നിയിട്ടുള്ളത്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു അരുന്ധതി റോയി ഒരു അൺഫോർഗീവിങ് ഡോട്ടറാണ്. ചില സമയത്ത് എനിക്ക് തോന്നുന്നത് റീകൺസീലിയേഷനിലേക്ക് എത്തി എല്ലാം പുറത്ത് ഉൾക്കൊണ്ട, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആണ് തോന്നുന്നത്. സാറിന് അതിനെക്കുറിച്ചൊന്ന്. ഒരു ഗ്രന്ഥം നമ്മൾ വായിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ആ വായനക്കാരൻ അവിടെ മരിക്കുകയാണ്. നമ്മൾ തന്നെ ഈ പുസ്തകം 2 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ വായിക്കുമ്പോൾ മറ്റ് പല അർത്ഥങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന പോലെ ഡെത്ത് ഓഫ് ദ റീഡറുമുണ്ടെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു വായനക്കാരൻ മരിക്കുകയാണ്. ഈ ഗ്രന്ഥം ഒരു മൾട്ടിപ്പിൾ റീഡിങ്സിന്, വ്യത്യസ്തമായ വായനകൾക്ക് അവസരം തരുന്ന ഒരു ഗ്രന്ഥമാണ്. കാരണം ജിജി ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുള്ളത്, ഇത് അമ്മയും മകളും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ഇത് അരുന്ധതി റോയിയുടെ അമ്മയുടെ ബയോഗ്രഫി അല്ല. ഇത് അരുന്ധതി റോയിയുടെ ഓട്ടോബയോഗ്രഫി അല്ല. ഇത് അരുന്ധതി റോയി ഓർമ്മയും ചരിത്രവും തമ്മിലുള്ള ഒരു ഇൻ്റർസെക്ഷനിൽ അരുന്ധതി റോയി തന്നെ കണ്ടെത്തുന്ന ചില നിഗമനങ്ങളാണ്. ഓർമ്മയും ചരിത്രവും തമ്മിലുള്ളൊരു ഇൻ്റർസെക്ഷനിലാണ് ഈ ഗ്രന്ഥം പോസിബിളാകുന്നത്.
ഈ ഗ്രന്ഥം സത്യത്തിൽ എനിക്ക് ഏറ്റവും ആരാധനയുള്ള റാഡിക്കൽ പോസ്റ്റ് മോഡേൺ ചരിത്രകാരനായ ഹേഡൻ വൈറ്റിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥം ഒരു ചലച്ചിത്രം പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ചലച്ചിത്രത്തിന് തീർച്ചയായിട്ടും ഒരു കഥയുണ്ട്, ഒരു അവസാനമുണ്ട്. നേരത്തെ ജിജി തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും ഇല്ല. ഇത് അരുന്ധതി റോയിയുടെ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുടങ്ങുന്നുവെന്നും അവസാനം അരുന്ധതി റോയി ഇപ്പം എത്തി നിൽക്കുന്ന അവസരത്തിൽ ചെന്ന് ഇത് തീരുന്നു എന്നുള്ള രീതിയിലല്ല ഈ ഗ്രന്ഥം പോകുന്നത്. ഈ ഗ്രന്ഥത്തിലെ ഓരോ ചാപ്റ്ററുകളും ഓരോ വ്യത്യസ്ത വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചാപ്റ്ററുകളാണ്. ഇമോഷണൽ കണ്ടൻറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഓരോ ചാപ്റ്ററുകളിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മളിപ്പോൾ ഈ ഗ്രന്ഥം എടുത്ത് നടുക്കുമെന്ന് വായിച്ചാൽ പോലും നമുക്കതിൽ നിന്നൊരു അർത്ഥം മനസ്സിലാകുമെന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നന്നായിട്ട് അരുന്ധതി റോയിയുടെ ജീവിതത്തെ കഥയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ അരുന്ധതി റോയ്. ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായിക വില്ലന സ്വഭാവം കൂടിയുള്ള ഒരമ്മയായിട്ടാണ് മദർ മേരി ഇവിടെ വരുന്നത്. കാര്യം മദർ മേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സാധാരണ മദർ മേരി എന്ന് കേൾക്കുന്ന ഭാഷയിൽ തന്നെ ആ ഒരു വാക്കിൽ തന്നെ പെട്ടെന്ന് അതിനൊരു വിശുദ്ധി ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വിശുദ്ധിയല്ല. ഈ വിശുദ്ധിയെ ഇവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. വളരെ വിശുദ്ധയായിട്ടുള്ള ഒരമ്മയാണ് മദർ മേരി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഇവിടെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഗാങ്സ്റ്ററായ അമ്മയെ വിളിക്കുന്നത് തന്നെ ഗാങ്സ്റ്റർ എന്നാണ്. ആ ഗാങ്സ്റ്ററായ ആ അമ്മയുടെ മൾട്ടിപ്പിൾ ബഹുമുഖ പ്രതിഭകളെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ക്രൂരതയും അതുപോലെ തന്നെ അതേസമയം തന്നെ അവരുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളും റാഡിക്കലായിട്ട് അവർ ചിന്തിച്ചതും കോർപ്പസ് ക്രിസ്റ്റിയിൽ നിന്നും പള്ളിക്കൂടം എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരീകരണം ഉണ്ടാക്കിയെടുത്തതും അതുപോലെ തന്നെ 1986 സുധീരമായ ഒരു കേസ് കൊടുക്കുന്നതിലൂടെ സിറിയൻ ക്രിസ്ത്യൻ വനിതകൾക്ക് അവരുടെ ഭൂമിയിൽ സമ്പത്തിൽ അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത ഒരു സ്ത്രീയാണ് മേരി റോയ്. അപ്പം മേരി റോയി ഈക്വലി വളരെ ഫേമസ് ആണ് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മേരി റോയിയും അരുന്ധതി റോയിയും രണ്ടും വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്കൊരിക്കലും അരുന്ധതി റോയെ കാണുന്ന പോലെ മേരി റോയെ കാണാൻ സാധിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളല്ല അരുന്ധതി റോയ്. അവരുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ഡൊമൈനിലേക്കാണ് അവർ കൊണ്ടുവന്നത്. അവരുടെ ആശയ ചക്രവാളം എന്ന് പറയുന്നത് വളരെ വിപുലമായ രീതിയിൽ ഒരു ആശയവ്യൂഹം തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കഥയിലൂടെ, നോവലിലൂടെ, പ്രസംഗങ്ങളിലൂടെ. അതുപോലെ തന്നെ അവരൊരു ആക്ട്രസ്സാണ്, ഒരേ സമയം ഒരു ആക്ട്രസ്സാണ്, ആർട്ടിസ്റ്റാണ്, അവർ ആർക്കിടെക്ചറാണ്. അപ്പോൾ അരുന്ധതി റോയിയെ സംബന്ധിച്ചിടത്തോളം അരുന്ധതി റോയിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരാളാണ് ലോറി ബേക്കർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബേക്കർ സ്റ്റൈലിൻ്റെ ആൾ. അപ്പോൾ ബേക്കർ സ്റ്റൈൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബേക്കർ സ്റ്റൈലിൽ സത്യം പറഞ്ഞാൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ചിന്താ ഘടനയിലേക്ക്, ഒരു ആർക്കിടെക്ചർ ഓഫ് തോട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അരുന്ധതി റോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അരുന്ധതി റോയുടെ ഓരോ ചിന്തകളും ഓരോ സംഭാഷണങ്ങളും ഈ രീതിയിലൊരു വലിയൊരു ആർക്കിടെക്ചറായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അരുന്ധതി റോയ് തന്നെ ആണ് ബിഗർ ഒരു പേഴ്സണാലിറ്റി. നമ്മൾ രണ്ടുപേരെ വെച്ച് നോക്കുമ്പം ഒരേ തട്ടിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അരുന്ധതി റോയ് അമ്മയോട് ഹാർഷായിരുന്നു എന്ന് ഒരു വാദഗതിയോട് അത് ചില സമയത്ത് എനിക്കത് തോന്നുന്നുണ്ട് സാറേ. കാരണം മദർ ഹെർസെൽഫ് വാസ് എ വിക്ടിം ഓഫ് ടോക്സിക് പാരൻറ്റിങ്. അപ്പോൾ ഷി വാസ് ഡിവോഴ്സ്ഡ് വിത്ത് 2 ലിറ്റിൽ കിഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ആസ് എ ഫ്യൂജിറ്റീവ് ഷീ റീച്ച്ഡ് ഊട്ടി. അപ്പോൾ അവിടെ ഹെർ മദർ ആൻഡ് ഹെർ ബ്രദർ കെയിം ടു ഊസ്റ്റ് ഹെർ ഫ്രം ദർ ഹൗസ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. അപ്പോൾ അവർ അന്ന് വൈകുന്നേരം ഒരു 3 പേരും കൂടെ കൈപിടിച്ച് എന്താ പറയുന്നത് ഒരു ലോയറുടെ സഹായം തേടി ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഇമോഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇത് തന്നെയല്ല, പിന്നെ ഷീ സ്പെയർഡ് സം ഇൻകം ടു എഡ്യൂക്കേറ്റ് ദർ ചിൽഡ്രൻ അറ്റ് ഊട്ടി സ്കൂൾ. ആൻഡ് മോർ ദാൻ ദാറ്റ് എന്നാ പറയുന്നത് ഷീ ഡ്രാഗ്ഡ് ഹെയർ എയിലിംഗ് ബോഡി ടു ദ ഊട്ടി ഹിൽസ് ടു സീ ഹെർ ഡോട്ടർ. അപ്പോൾ ഇതിനെ ഒന്നും അരുന്ധതി റോയ് അങ്ങ് വേണ്ട വിധത്തിൽ ഒരു അക്കോമഡേറ്റ് ചെയ്യുകയോ സെലിബ്രേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഷീ ഈസ് ഹൈലൈറ്റിംഗ് ഹെർ എറേഴ്സ്, ഹെർ ഫോളീസ്. ബട്ട് ഐ am afraid that she hasn't given due accommodation to the pains she had endured for rearing these children. നമ്മളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു ടോക്സിക് പേരൻറ്റിങ്, ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മളിതെല്ലാം ഒരു ടോക്സിക് പേരൻറ്റിംഗ് എന്നൊക്കെ ആയിട്ട് പറയുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെ സർവത്ര സ്വാഭാവികമായിട്ട് സാധാരണമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എക്സിസ്റ്റൻഷ്യൽ കൺസേൺസിൽ നിന്ന് റിലീവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് നൈസിറ്റീസ് ഒക്കെ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ഷീ വാസ് എന്നാ പറയുന്നത് അവർ ഒരിക്കലും ഒരു എക്സിസ്റ്റൻഷ്യൽ കൺസേൺസ് അവർ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്തൊരു ഫൈറ്റാണ് അവർ നടത്തുന്നത് മേരി റോയ്. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്, ബട്ട് ഐ തിങ്ക് ഷീ എഡ്യൂക്കേറ്റഡ് ഹെർസെൽഫ് ഓൺ ഹെർ ഓൺ
ടു സ്റ്റാർട്ട് ദിസ് ന്യൂ എൻഡിവർ. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു മറ്റേ നമ്മളിപ്പം സാറ് അരുന്ധതി റോയിയുടെ ഒരു മഹത്വം പറയുമ്പോൾ തന്നെ അമ്മയുടെ മഹത്വം അവിടെ വലിയ തോതിൽ വെളിവായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ അവർ അത് ജീവിക്കാനും അമ്മയോടും സഹോദരനോടും ഒക്കെ പോരാടി ഷീ വാസ് ഫൈറ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു വളരെ സഹതാപം അർഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മദർ മേരിയെ കാണുന്നത്. പക്ഷേ അരുന്ധതി റോയിയുടെ സഹോദരന് അമ്മയോടുള്ള ഒരു വികാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും അത് അദ്ദേഹത്തിന് ഹി ഡസൻ ലവ് ലൈക്ക് ഹെർ എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ അരുന്ധതി റോയ് തന്നെ മറ്റേ ഒരു ഘട്ടത്തിൽ സഹോദരൻ അരുന്ധതി റോയിയോട് താങ്കൾക്ക് ഇത്രമാത്രം വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി റോയ് പറയുന്നത്, ഐ എം ഓൾസോ സാഡൻ ബൈ ദ ഫാക്ട് ദാറ്റ് മൈ സബ്ജക്ട് മാറ്റർ എൻട്രാളിംഗ് സബ്ജക്ട് മാറ്റർ ഹാസ് ബീൻ ലോസ്റ്റ്. ഇതൊക്കെ ഒരു ഇൻഹ്യൂമൻ കമൻറ്റ് പോലെ എനിക്ക് തോന്നുന്നു. ഈ സോക്കോൾഡ് മേരി റോയിയെ തന്നെ ലോകം ഇന്ന് ഈ സമയത്ത് സവിശേഷമായ രീതിയിൽ അറിയുന്നത് മകളിലൂടെയാണ്, അരുന്ധതി റോയിലൂടെയാണ്. ഒരു അരുന്ധതി റോയ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മേരി റോയ് ഒരിക്കലും മദർ മേരിയായി മാറില്ലായിരുന്നു. അതിനകത്തൊരു എഴുത്തുകാരിയുടെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു വീക്ഷണം, അവരുടെ ഒരു ദർശനം, അവരുടെ ഒരു ഫിലോസഫി ഒക്കെ ഇതിനകത്ത് മോൾഡ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ മേരി റോയെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതിനകത്ത് തെറ്റേത് ശരിയേതെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അരുന്ധതി റോയിയുടെ മനസ്സിനുള്ളിൽ അമ്മയൊരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്, അനിയനൊരു കഥാപാത്രമാണ്, ബ്രദർ ഒരു കഥാപാത്രമാണ്. അതുപോലെ അരുന്ധതി റോയിയെ കുട്ടിക്കാലത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു സാൻഡ ഒരു കഥാപാത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ തണുപ്പനുഭവിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടിയിലെ ഭയങ്കരമായ തണുപ്പിൽ പുറത്തു നിന്ന അമ്മയും മക്കളും പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ തണുപ്പ് അനുഭവിച്ച് അരുന്ധതി റോയിയും ബ്രദറും ഈ അമ്മയും ഈ പുറത്ത് നിന്ന്. അമ്മയ്ക്ക് എന്തായാലും ആസ്മയങ്ങളുള്ളൊരു സ്ത്രീയാണെന്ന് നമ്മൾ ആലോചിക്കണം. ആ വക്കീലിനെ കാണാൻ പോകുന്നതും ഇത് തിരുവിതാംകൂറിൽ കേരളത്തിലുള്ള നിയമമാണ്, ഇത് തമിഴ്നാട്ടിൽ ബാധകമല്ല എന്ന് പറയുന്നതും അവിടെ നിന്നുള്ള സത്യത്തിൽ മേരി റോയി ഈ കേസിലേക്കൊക്കെ നയിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഈവൻസ് എല്ലാം സ്പാസ്മോഡിക് ഈവൻസാണ്, കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഈവൻസാണ്. പക്ഷേ കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഒരു സംഭവത്തെ എടുത്തിട്ട് ഒറ്റ വാക്കിലൂടെ ആ ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുവാനാണ് ആ ചാപ്റ്റർ അരുന്ധതി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂജിറ്റീവ്സ് അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂജിറ്റീവ് എന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ റെഫ്യൂജി എന്ന് ഉപയോഗിക്കുമ്പം സ്വന്തം ദേശത്ത് തന്നെ റെഫ്യൂജി ആയിട്ട് മാറുന്ന ആൾക്കാർ, പിന്നീട് ഫ്യൂജിറ്റീവ്സ് ആയിട്ട് മാറുന്ന ആൾക്കാർ, ഒരു കുടുംബം തന്നെ. അപ്പോൾ വാക്കുകളുടെയൊക്കെ അർത്ഥം അരുന്ധതി ഈ ഓരോ ചാപ്റ്ററിലും ഉപയോഗിച്ചിരിക്കുന്ന ചാപ്റ്റർ ഹെഡിങ്സ് തന്നെ ഓരോ തീസിസിന് ബലമുള്ള ഹെഡിങ്ങുകളാണ്. അത് അരുന്ധതിയുടെ അനുഭവത്തിൻ്റെ എക്സ്പ്രഷനാണ്. അരുന്ധതി അല്ലായിരുന്നുവെങ്കിൽ അമ്മയെ ഗാങ്സ്റ്റർ എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ ഫ്യൂജിറ്റീവ്സ് എന്ന് അവരെ മൊത്തമായിട്ട് ഫ്യൂജിറ്റീവ്സ് എന്ന് വിളിക്കില്ല, അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കത്തില്ല. കാരണം അരുന്ധതിയുടെ അന്ന് കൊച്ചുനാളിലെ ഉള്ള അനുഭവത്തിൽ നിന്നും വളർന്ന അരുന്ധതി മറ്റുള്ളവരുടെ അനുഭവങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ അനുഭവങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആദിവാസികളാണെങ്കിലും അല്ലെങ്കിൽ ക്ലൈമറ്റ് റെഫ്യൂജീസ് ആണെങ്കിലും, ആ അരുന്ധതി സ്പർശിക്കാത്ത വിഷയങ്ങളില്ല, അരുന്ധതി സംസാരിക്കാത്ത ഏരിയകളില്ല. എല്ലാ പ്രശ്നങ്ങളിലും അരുന്ധതി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ഒരു ഇൻ്റർവെൻഷനിസ്റ്റ് ആയിട്ടിരിക്കാം എന്ന് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ഇൻ്റർവെൻഷനിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ. ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അരുന്ധതി റോയിയുടെ എല്ലാ ബുക്കുകളും ഞാൻ വായിച്ചിട്ടില്ല. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അവരുടെ വളരെ ഒരു ചെറിയ പുസ്തകമാണ്. അതൊരു ഫീൽഡ് വർക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചരിത്രകാരന്മാർ പോലും, പ്രശസ്ത ചരിത്രകാരന്മാർ പോലും നടത്തുവാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഭയക്കുന്ന മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് പോയി അവരുടെ ജീവിതത്തെ കണ്ടുപിടിച്ച അരുന്ധതി വോക്കിംഗ് വിത്ത് ദ കോമ്രേഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. ഇപ്പോൾ വോക്കിംഗ് വിത്ത് ദ കോമ്രേഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്ന സമയത്ത് അവർക്കിടുന്നൊരു അനുഭവമുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ റിഫ്ലക്സിവിറ്റിയിലാണ്, ഡിസ്ചാർജിലാണ് മദർ മേരി കംസ് ടു മീ വരുന്നത്. അരുന്ധതിക്ക് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് മദർ മേരി കംസ് ടു മീ എഴുതാൻ പറ്റില്ല. അവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേരി റോയിയെ ഒരു നല്ല സ്ത്രീയായിട്ടോ മോശം സ്ത്രീയായിട്ടോ ഒന്നും അരുന്ധതി അതിൻ്റെ അകത്ത് ഡിപ്പിക്റ്റ് ചെയ്യുന്നില്ല. മേരി റോയിയുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റാണ്, അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, പ്രകൃതമായിരുന്നു, വളരെ ഹാർഷായിട്ടുള്ള ഒരു പെരുമാറ്റം. അതുണ്ടാകുന്നത് തന്നെ മേരി റോയി വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീയാണ്. റോബർട്ട് മെൻറോ ഒക്കെ പറയുന്നത് പോലെ വേട്ടയാടപ്പെട്ടവരുടെ മനോഭാവം, ആ മനോഭാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മേരി റോയി. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, മേരി റോയി സ്വന്തം മക്കളോട് ഈ രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കുന്ന സമയത്ത് പള്ളിക്കൂടത്തെ കുട്ടികളോട് എത്ര സ്നേഹമായിട്ടാണ് മേരി റോയി പെരുമാറുന്നത്. അവരെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
സ്വന്തം മക്കളോട് യാതൊരു വിധത്തിലുള്ള പ്രത്യേക സവിശേഷമായ പരിഗണനകളൊന്നും കൊടുക്കാതെ അവരെ മിസ്സിസ് റോയി എന്ന് മാത്രം വിളിക്കണമെന്ന് പഠിപ്പിച്ച, ലോകത്തെ കാണുവാൻ വേണ്ടി ആ സമയത്ത് തന്നെ അവരുടെ കണ്ണുകൾക്ക് ദിശാബോധം കൊടുത്ത ഒരമ്മയായിരുന്നു മേരി റോയി എന്ന് പറയുന്നത്. അപ്പോൾ മേരി റോയി ഒരേ സമയം ഗാങ്സ്റ്ററും ആയിരുന്നു, അതേസമയം തന്നെ ഒരു റിബല്യസ് പെഡഗോജി, വളരെ വിപ്ലവകരമായ രീതിയിലുള്ള പ്രതിരോധം വേണ്ടിടത്ത് പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ, പ്രതിഷേധം വേണ്ടിടത്ത് പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വളരെ നമ്മളിപ്പോൾ പറയുന്ന അന്തർവൈജ്ഞാനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉറവിടം തന്നെ അന്ന് മേരി റോയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ പറയുന്ന സമയത്ത് മേരി റോയിയെക്കുറിച്ച് ആ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം കൈയേറിയെന്നും അല്ലെങ്കിൽ ആ സ്ഥലം അവർ അവരുടെ കൈവശപ്പെടുത്തുന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്കൂളിൻ്റെ വികസനത്തിന് സ്ഥലം വേണം, ചിലപ്പോൾ അവരതിനു വേണ്ടി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കാണും. ആ രീതിയിലൊരു നല്ല അമ്മയായിരുന്നു, നല്ല ടീച്ചറായിരുന്നു. ആ രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മ ഈ രീതിയിലൊരു ഗാങ്സ്റ്റർ ആയിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷണലായിട്ടുള്ള ഒരു ഫ്രാഗ്മെൻ്റ് കൂടെ, അല്ലെങ്കിൽ ഒരു ഫയറാണ് ഈ മദർ മേരി കംസ് ടു മീ. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രമാത്രം സാഹചര്യങ്ങളുണ്ടായിട്ടും, സ്വർഗ്ഗതുല്യമായ സാഹചര്യങ്ങളുണ്ടായിട്ടും, വിശുദ്ധ മദർ മേരി നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പോലും നമുക്ക് ഈ രീതിയിൽ ഒരു അരുന്ധതി റോയായി മാറുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അരുന്ധതി റോയ്ക്ക് അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അരുന്ധതി റോയ് എങ്ങനെ അരുന്ധതി റോയ് ആയി എന്നതിനെക്കുറിച്ച് ഉൾക്കാഴ്ച തരുന്ന ഒരു ഗ്രന്ഥമാണ് മദർ മേരി കംസ് ടു മീ. പുസ്തകത്തിൽ പറയുന്നുണ്ട്, മദർ ഷവേർഡ് ഹെർ ലൈറ്റ് അപ്പോൺ ഹെർ pupils, her children, and we were provided with the darkness എന്ന് അരുന്ധതി റോയ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ സ്വന്തം കുട്ടികളോട് കർക്കശക്കാരിയും അതേസമയം സ്റ്റുഡൻസിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നത്, അതൊരു ഡൈക്കോട്ടമി, ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ. ഇതേ ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഈ അരുന്ധതി റോയിയുടെ കാര്യത്തിൽ, അരുന്ധതി റോയി ഫുലൻ ദേവിയുടെ ഒരു ഡിഗ്നിറ്റിയെക്കുറിച്ചും അവരുടെ പ്രൈവസിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അതേ അരുന്ധതി റോയി തന്നെ ഈ പറയുന്ന തങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിലേക്ക് ലൈഫിലേക്ക് അറ്റ് എ ടൈം വെൻ ദേ ആർ ഡെഡ്, ദേ ആർ നോ ലോങ്ങർ ദെയർ ടു ഗിവ് റിപ്ലേസ് ടു ഹെർ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് ടാർണിഷ് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതൊരു വൈരുദ്ധ്യമല്ലേ, ഒരു പാരഡോക്സ് അല്ലേ? ഒരിക്കലുമല്ല. അതിൻ്റെ അകത്ത് യാതൊരു വൈരുദ്ധ്യവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ലൈഫിനെ അവർ പബ്ലിക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. അത് ഇങ്ങനെ പബ്ലിക് ആയില്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ എത്രയോ ജീവിതങ്ങളുണ്ട്, ഇങ്ങനെ എത്രയോ മേരി റോയിമാർ കാണും, എത്രയോ അരുന്ധതി റോയിമാർ കാണും. എല്ലാവരും അവരുടെ ലൈഫിനെ പബ്ലിക് ആക്കുന്നില്ലല്ലോ. അപ്പം ഈ മദർ മേരി കംസ് ടു മീ ആ രീതി പറയുകയാണെങ്കിൽ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. നിങ്ങൾ അതുവരെ അറിയപ്പെടാത്ത രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ എഴുത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുന്നതിന് മറ്റൊരു കറേജുണ്ട്, അതിനൊരു വില്ലുണ്ട്. ആ കറേജും വില്ലും എക്സിബിറ്റ് ചെയ്തൊരു ഗ്രന്ഥകർത്താവാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം എഴുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വേറെ രീതിയിൽ നോക്കിക്കാണുന്ന ആൾക്കാർ കാണുമായിരിക്കാം. അരുന്ധതി റോയ് അവരുടെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. അതൊക്കെ ഒരു മോറൽ പോലീസിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നത്. അങ്ങനല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ, അല്ലെങ്കിൽ അരുന്ധതി റോയുടെ ലൈഫിനെ, അവരുടെ അമ്മയുടെ ലൈഫിനെ, ബ്രദറിൻ്റെ ലൈഫിനെ, അരുന്ധതി റോയുടെ തന്നെ പേഴ്സണൽ ലൈഫിനെ, അവരുടെ റൊമാൻസിനെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും അവരുടെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ധാരാളം കാര്യങ്ങൾ, അവരുടെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ വളരെ എത്രയോ രസകരമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതിലെല്ലാം വളരെ തുറവിയോടുകൂടി സംസാരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത്. ഇപ്പോൾ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് നമ്മളതിനെ ഒരു സാഹിത്യ രീതി കാണേണ്ട കാര്യമില്ല. നമ്മളതിനെ കാണേണ്ടത് ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റായിട്ട്, ഞാനതിനെ കാണുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റായിട്ടാണ് കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ, തെക്കേ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ, ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ ക്രോഡീകരിച്ച് വികാരത്തിലൂടെ, വിചാരത്തിലൂടെ, ഉറച്ച ബോധ്യത്തിലൂടെ, നിലപാടിലൂടെ ചെറിയ ചെറിയ ചാപ്റ്ററുകളാക്കി എഴുതിയ ഒരു ചരിത്ര പുസ്തകം തന്നെയാണ് മദർ മേരി കംസ് ടു മീ. അതിനകത്ത് പല രീതിശാസ്ത്രങ്ങളുടെ ഒരു സംയോജനം സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവിടെ ഓർമ്മയും ചരിത്രമായിട്ടുള്ള ബന്ധപ്പെടൽ വരുന്നുണ്ട്, ഓട്ടോബയോഗ്രഫിയുടെ രീതിശാസ്ത്രം വരുന്നുണ്ട്, ബയോഗ്രഫിയുടെ രീതിശാസ്ത്രം വരുന്നുണ്ട്, മെമ്മേറിൻ്റെ രീതിശാസ്ത്രം വരുന്നുണ്ട്. മെമ്മേറിനെ ചില ഓർമ്മകളെ വീണ്ടെടുക്കുന്ന ഒരു രീതിശാസ്ത്രം അവിടെ വരുന്നുണ്ട്. സത്യത്തിൽ ഈ രീതിശാസ്ത്രങ്ങളിലൂടെ എല്ലാം തന്നെ അരുന്ധതി ശ്രമിച്ചിരിക്കുന്നത് ടു റീകോൾ ഹിസ്റ്ററിയാണ്. സത്യം പറഞ്ഞാൽ റീകോളിംഗ് ഹിസ്റ്ററിയാണ്. ഈ ഗ്രന്ഥം മൊത്തം അങ്ങനെയാണല്ലോ നമുക്ക് കാണുവാൻ വരുന്നത്. അവരുടെ ചൈൽഡ്ഹുഡ് മുതൽ അവരെ ഇന്ന് വരെയുള്ള അവരുടെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന, പക്ഷേ കൃത്യമായ രീതിയിലൊരു ലീനിയാരിറ്റി ഇല്ലാത്ത, ഒരു തുടർച്ചയില്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് ചില വിടവുകൾ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണിത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വളരെ ആസ്വദിച്ച് വായിച്ചു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഫുട്നോട്ടുകളില്ലാത്ത
ഒരു ഗ്രന്ഥം, ഒരു ചരിത്ര ഗ്രന്ഥം വായിച്ചതിലുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ ഏത് പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫുട് നോട്ടുകൾ കാരണം നമുക്ക് വായിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. അതിന് ഒരു വളരെ വ്യത്യാസം, ഒരു മാറ്റം ഉണ്ടായത് ഈ യുവാൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് ആണ്. സേപ്പിയൻസിൽ അധികം ഫുട് നോട്ടുകളില്ല. അദ്ദേഹത്തിൻ്റെ ചില റിഫ്ലക്ഷൻസാണ്. അരുന്ധതി റോയ്ക്കും അധികം ഫുട് നോട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഫുട് നോട്ട്സ് ഇല്ല, കാര്യം ഫുട് നോട്ട്സിൻ്റെ ആവശ്യമില്ല. എൻനോട്ടുകളുമില്ല, അതിന് കാര്യമായ രീതിയിൽ ബിബ്ലിയോഗ്രഫിയും ഇല്ല. അക്നോളജ്മെൻറ്റ്സ് പോലും പെൻഗിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ബുക്കുകളുടെ രീതിയിൽ ഏറ്റവും അവസാനമാണ് വന്നിരിക്കുന്നത്. കാര്യം അക്നോളജ്മെൻറ്റിൽ പോലും അത് അവസാനം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആർക്കൊക്കെയാണ് അരുന്ധതി റോയി നന്ദി പറയുന്നതെന്ന് ആദ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ റീഡർക്ക് ഒരു ആശയക്കുഴപ്പമൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലും നള്ളിഫൈ ചെയ്തിട്ടാണ്, അതുപോലും നെഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തീസിസ് തന്നെയാണ് അരുന്ധതി റോയുടെ ജീവിതത്തിൻ്റെ തീസിസാണ്. അതിൽ കോട്ടയമുണ്ട്, അതിൽ കേരളമുണ്ട്, അതിൽ ആർക്കിടെക്ചറുണ്ട്, ഡൽഹിയുണ്ട്, ട്രെയിനുകളുണ്ട്, വളരെ ഭീതിയോടുകൂടി ഒരു സ്ത്രീ രാത്രിയിൽ തന്നെ യാത്ര ചെയ്തതിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങളുടെ ഡിഫറെൻറ്റ് ഹിസ്റ്ററീസ് എന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സ്റ്റോറി ലൈനിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉള്ള ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതിശാസ്ത്രം എന്ന് പറയുന്ന ഹെയ്ഡൻ വൈറ്റിൻ്റെ എംപ്ലോട്ട്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എംപ്ലോട്ടഡാണ്. ഓരോ പ്ലോട്ടുകളുണ്ട്. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്, തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ഒരു കണ്ടൻറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വികാരങ്ങളുടെ, പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെ, വളരെ ശാന്തമായ വികാരങ്ങളുടെ, തിരിഞ്ഞുനോട്ടങ്ങൾ മൂലം നമുക്കുണ്ടാകുന്ന ചില വികാരങ്ങളുടെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ മദർ മേരി കംസ് ടു മീ കാണുന്നത്. ഇപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. ഞാനങ്ങനെ വളരെ ശ്രമിച്ച് നോക്കിയിട്ടും എനിക്കിതിനകത്തൊരു പ്രശ്നവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. തന്നെയല്ല, ഈ ഗ്രന്ഥം എന്നെ ഓരോ നിമിഷവും ഓരോ പേജുകളും അതെന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അരുന്ധതിയുടെ റൈറ്റിങ്ങിൻ്റെ ഒരു മെച്യൂരിറ്റിയിൽ അരുന്ധതി ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൃത്യത, അതുതന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതയാണ്. അരുന്ധതി ഇന്നുവരെ എഴുതിയിരിക്കുന്ന നോവലുകളുടെയും അതുപോലെ തന്നെ മറ്റ് നോൺ ഫിക്ഷനുകളുടെയും ഒക്കെ ഒരു ഡിക്ഷണറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും വളരെ വേറിട്ട ഒരു ഡിക്ഷണറി ആയിട്ടാണ് മദർ മേരി കംസ് ടു മീ നിൽക്കുന്നത്. പക്ഷേ ഈ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വാക്കുകളെ ചാപ്റ്ററുകളാക്കി മാറ്റി ആ ചാപ്റ്ററുകളിൽ അതിന് വിശദീകരണം കൊടുക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് അരുന്ധതി ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫി, ഇറ്റ്സ് എ ബയോഗ്രഫി, ഇറ്റ്സ് എ മെമ്മയർ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സംതിങ് ലൈക്ക് ആൻ ഓറൽ ഹിസ്റ്ററി.